എൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെയുള്ള പ്രവാസി വേറെ ആരുമല്ല, 15 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന സഹദ് ആണ്. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ അനുഭവം ചോദിക്കാം. വെറും 5 ചോദ്യങ്ങളിലൂടെ. റെഡി? ജീവിതത്തിൽ വഴിത്തിരിവായി തോന്നിയ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു 2 വർഷം വേറൊരു ഇപ്പം വർക്ക് ചെയ്യുന്ന ടൈപ്പിംഗ് സെൻറ്ററിലല്ല, വേറൊരു വിസയിലായിരുന്നു വന്നത്. അവിടെ നിന്ന് ജോബ് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയ അന്നെടുത്ത ആ ഡിസിഷനാണ് എനിക്ക് കുറച്ച് എന്താ പറയുക ലൈഫിൽ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് വേറെ ഷോപ്പിലേക്ക് മാറിയപ്പോൾ ഇപ്പോഴും അതേ ജോലിയാണ്, ടൈപ്പിംഗ് സെന്റർ തന്നെയാണ്. ആ മാറിയ കമ്പനിയാണ് ഒരു ലൈഫ് ചേഞ്ചിങ്. വാട്ട് മേക്ക് യു ഹാപ്പി അപ്പാർട്ട് ഫ്രം യുവർ വർക്ക് ആൻഡ് വൈ? ഈ ജോലിയിലല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലാണ് സച്ച് ഹാപ്പിനെസ് കണ്ടെത്തുന്നത്? എന്തുകൊണ്ട്? ഹാപ്പിനെസ് ലീവുള്ള ദിവസങ്ങളിൽ അല്ലാത്തപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ പുറത്ത് പോയിട്ട് വീഡിയോ ഭ്രാന്താണ്. എല്ലാവരും കളിയാക്കുന്നത് അത് പറഞ്ഞിട്ടാ. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. എന്നാലും നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക്. അപ്പോൾ അതിലാണ് ഒരു ഹാപ്പിനെസ്. ഫ്രീ ടൈമില് നമുക്ക് കുറെ ഫോട്ടോ എടുക്കുക, കുറെ വീഡിയോ റീൽസ് ഷൂട്ട് ചെയ്യുക, ടിക്ടോക്ക് എടുക്കുക. അതുവഴി കുറച്ച് ആൾക്കാർ നമ്മളെ അറിയുന്നുണ്ട്. എല്ലാവരും ഒന്നല്ല, എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെ കണ്ടിട്ട് അത് കുറച്ചൊരു ഹാപ്പി ആയിട്ട് തോന്നുന്നു. മറ്റുള്ളവരുടെ ക്യാരക്ടറിൽ ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ ആൻഡ് വൈ? നെഗറ്റീവായിട്ട് ഇപ്പോൾ എല്ലാ കാര്യത്തിലും നെഗറ്റീവ് പറയുന്നത്. ഇപ്പം ഞാനങ്ങനെ ചെയ്തു, ഞാനിങ്ങനെ ചെയ്തു. നെഗറ്റീവ് മീൻസ് നമ്മളിലുള്ള നെഗറ്റീവ് മാത്രം കണ്ടിട്ട് അതിനെ ഇങ്ങനെ എടുത്ത് പറയുന്ന, അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും പരിഹാസം, പിന്നെ പുച്ഛം, അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അവര് കുറച്ച് ഉള്ളതാണെങ്കിൽ എന്താ പറയാ, കുറച്ചൊരു നമ്മളെക്കാട്ടും മെച്ചപ്പെട്ടതാണെങ്കിൽ നമ്മളൊരു താഴ്ത്തി കെട്ടുന്ന അങ്ങനെയുള്ള ക്യാരക്ടർ അവരൊക്കെ ആയിട്ടൊന്നും അങ്ങനെ മിങ്കിൾ ചെയ്യാറില്ല. പിന്നെ വേറെ വെച്ചാല് നമ്മളെക്കുറിച്ച് ശരിക്കും അറിയാതെ, നമ്മളായിട്ട് പരിചയമില്ലാതെ അവര് എങ്ങനെയാണോ നമ്മളെ കാണുന്ന കാഴ്ചപ്പാട് അതിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറയാം. നമ്മളെ ശരിക്കും അറിയാത്തവരായിരിക്കും. അറിയുന്നവരെന്തായാലും ചുറ്റുപാട് നമ്മളായിട്ട് ക്ലോസ് ആയിട്ടുള്ളവർ പറയില്ല. നമ്മളെ കുറിച്ച് ഒട്ടും അറിയാതെ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവര്. ഓക്കെ, അതൊരു പോയിന്റാണ്. ഇത്ര കാലത്ത് ഇവിടുത്തെ പ്രവാസ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ ഒരു ഞാനിത് എന്ത് വന്നാലും കൈവിടില്ല, ഫോളോ ചെയ്യും, എത്തിക്സ് എന്നൊക്കെ പറയില്ലേ, അതെന്തായിരിക്കും? എന്തായിരിക്കും കൊണ്ടെടുക്കുന്ന ശീലം എന്ന് പറഞ്ഞാല്, നമ്മൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ഒരാളുമായിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ അത് അയാൾ എന്ത് വന്ന് പറഞ്ഞാലും പിന്നെ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. അത് പിന്നീട് മുന്നോട്ടും അങ്ങനെ സംഭവിക്കുന്നുള്ള അങ്ങനെ സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചിട്ടൊരു കൊടുക്കേണ്ട ആവശ്യമില്ല പറയാം. പിന്നെ ഫ്രണ്ട്ഷിപ്പില് നമ്മൾക്ക് സെലക്റ്റീവായിട്ടുള്ള ഫ്രണ്ട്സ് അത് ചിലപ്പം നമ്മൾക്ക് ഓക്കെ ആയിട്ട് തോന്നും, നമ്മൾക്ക് എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും. പക്ഷെ മറ്റുള്ളവർ അവരെ കാണുന്ന വേറെ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ അവര് നമ്മളോട് വന്നിട്ട് അതങ്ങനെയല്ല, ആ കൂട്ട് ശരിയല്ല, ഈ കൂട്ട് ശരിയല്ല, നമ്മൾക്ക് അവർ ഓക്കെ ആണോ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. വേറെ ആൾ വന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മൾ അവരെ ഉപേക്ഷിക്കാനോ ഒന്നിനും പാടില്ല. അത് ഞാനിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ട്. അതടിപൊളി. 15 വർഷമായി UAE വന്നിട്ടുള്ള. അപ്പോൾ അന്ന് വന്നപ്പോൾ ഉള്ള UAE ആയിരിക്കില്ല ഇത്രയും വർഷത്തിന് ശേഷമുള്ള UAE. ഇത്രയും വർഷം ഇതിനിടയിൽ അത്ഭുതപ്പെടുത്തിയ ഒരു UAE ഒരു മാറ്റം, ചേഞ്ച് എന്തായിരിക്കും തോന്നിയിട്ടുള്ളത്? ഇവിടെ 15 വർഷമായിട്ട് അബുദാബിയിലാണ്. അബുദാബി എന്ന് വെച്ചാൽ പറയുമ്പോൾ സേഫസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്. അത് എത്രയോ വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് അബുദാബിക്കാണ് ആ റെക്കോർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത്
നിൽക്കാന്ന് പറഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്. പിന്നെ ഞാനൊരു കോവിഡ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കോവിഡ് വന്നു. അപ്പോൾ 1 മാസത്തോളം ക്വാറന്റൈൻ ചികിത്സയായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഐസൊലേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി നമ്മളെ നാട് തരുന്നതിലും കരുതൽ നമ്മളെ ഈ UAE നമുക്ക് തരുന്നുണ്ടെന്നുള്ള, നമ്മളെ സ്വന്തം നാട് തരുന്നതിലും കരുതൽ അവിടെ സ്റ്റേ ചെയ്തതും അവിടുത്തെ കെയറിങ്ങും ചെക്ക് ചെയ്യുന്നതും നമ്മുടെ ഫുഡും ഒക്കെ ഫ്രീ ആയിട്ടാണ് കിട്ടിയിരുന്നത്. അതുമാത്രമല്ല എത്രയോ ആൾക്കാർ അതുപോലെ. പിന്നെ അത് കഴിഞ്ഞിട്ടും ഇവര് എല്ലാ വീക്കും ടെസ്റ്റ് ചെയ്യുക, എല്ലാവർക്കും റൂമിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്യുക. അതൊക്കെ അബുദാബിയിലെ ഒരു നല്ല പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ റൂൾസ്, റോഡ് ട്രാഫിക് റൂൾസ് എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്, പക്ഷെ എന്നാലേ എല്ലാവരും പേടിക്കും എന്നുള്ള ഇതിൽ കൊടുക്കുന്നതാണ്. അത് നല്ലൊരു ഇതായിട്ട് തോന്നുന്നു ട്രാഫിക് റൂൾസ്. 5 ചോദ്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഉത്തരം തന്ന നമ്മുടെ സ്വന്തം സഹദ്, എൻ്റെ സച്ചുവിന് ബെസ്റ്റ് വിഷസ് ഇനിയുള്ള വർഷങ്ങളിലേക്ക്. താങ്ക് യു. ഓക്കെ.